ഹായ്, വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഷോപ്പിംഗ് ബാഗില്ലേ നമ്മുടെ പേപ്പർ കവർ, ഈ പേപ്പർ കവർ വെച്ചിട്ട് നമുക്ക് ഇന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഇതാ നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ പേപ്പർ ബാഗിൻ്റെ പൂക്കൾ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തതിനെ നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് കോൺ ഷേപ്പിൽ ഇതുപോലെ 2 തവണ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു പോർഷൻ ഫ്രണ്ടിലോട്ടും അതിൻ്റെ അടുത്ത പീസ് ഉണ്ടല്ലോ അത് പുറകിലോട്ടും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിന് പൂവിൻ്റെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഈ ഒരു വക്കിൽ നിന്ന് ഇതുപോലെ ഒന്ന് വളച്ച് അടുത്ത എൻഡിലോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൂവിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ കൊടുത്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടുകൾ മാത്രമായിട്ട് ഇതുപോലെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഉള്ളിലോട്ട് താഴ്ത്തി ഇറക്കുന്നില്ല. ഏറ്റവും മുകളിലായിട്ട് മാത്രം ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പർ കവറൊക്കെ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ഡിസൈൻ കൊടുത്തെടുക്കാം കേട്ടോ. ഞാനിത് വളരെ എളുപ്പമുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് പോർഷനൊക്കെ വിടർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക, ചെറുതായിട്ടൊന്ന് കുഴിച്ചതാത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല വിരിഞ്ഞിരിക്കുന്ന ഷേപ്പ് കിട്ടും കേട്ടോ. ഞാൻ ഇതിൽ കുറച്ചുകൂടി ഡിസൈൻ കൊടുത്തെടുക്കാനായിട്ട് റെഡ് കളറിലുള്ള മാർക്കർ പെൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതെടുക്കുക. നമ്മുടെ റെഡ് കളർ പെന്നാണെങ്കിലും ഇതൊരു ബ്രൗൺ കളർ പേപ്പർ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു റെഡ് കളർ കിട്ടത്തില്ല കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും മുകളിലായിട്ട് മാത്രം. അപ്പോൾ ഈ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പല ടൈപ്പിലുള്ള പൂക്കളും നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാം. ഇതുപോലെ മാർക്കറോ പെന്നോ സ്കെച്ച് പെന്നോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ കട്ട് ചെയ്തിരുന്ന പീസിൻ്റെ എല്ലാ ഇതളിലും ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പൂവിന് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പെൻസിൽ എടുക്കുക. അതിൻ്റെ ഓരോ ഇതളും പെൻസിൽ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ ഇതുപോലെ ടോട്ടലി 12 എണ്ണം ഡിസൈൻ ചെയ്ത് പെൻസിൽ കൊണ്ട് ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇത് ഓരോ പീസും ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന എല്ലാ പെറ്റൽസും ഈക്വലി ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലത്തെ പൂക്കൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരേ ഷേപ്പിലുള്ള ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു ഇതളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അല്പം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. അടുത്ത പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇരിക്കണം നമ്മുടെ പൂവ്. ഇനി നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പീസ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ഇതളെടുക്കുക. നമുക്കതിൻ്റെ ഒരു പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത പെറ്റൽ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ലെയറിൽ വരുന്നത്. അടുത്ത പീസും എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്തിരുന്നില്ലേ അതേ മെത്തേഡ് തന്നെയാണ്. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പെറ്റൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ രീതിയിൽ 2 പെറ്റലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് അടുത്തതിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതള് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറിനായിട്ട് 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ ഒരു ഇതൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അടുത്ത ഇതളിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തതിൻ്റെ ഹാഫ് പോർഷനിൽ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനെ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ അടുത്ത ഫ്ലവറും ചെയ്തെടുക്കാം. അടുത്ത പെറ്റലും ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ടോട്ടലി 12 പെറ്റൽസ് വെച്ചേക്കുന്നതും ഈ ഒരു മെത്തേഡിൽ 2 പീസ് ഒന്നിച്ച് ഒരുപോലത്തെ ഡിസൈനിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരേപോലെ ചെയ്തിരുന്ന 2 പീസുകൾ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് ഇപ്പോൾ
ഒരു 6 ഇതളുള്ള പൂക്കളായിട്ടുണ്ട്. ഇനി നമുക്കതിനെ 5 ഇതളുള്ള പൂക്കളാക്കി അടുത്ത ലെയർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ഹാഫ് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം പീസ് അടുത്തതും കൂടി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഷോപ്പിംഗ് ബാഗിലെ ഇത് നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ബാഗ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പിലുള്ള ബ്രൗൺ കളർ പേപ്പറാണ് കേട്ടോ ഇതിലുള്ളത്. കട്ടി കുറഞ്ഞിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ബ്രൗൺ കളർ പേപ്പറും ഒക്കെ നമ്മുടെ കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ കിട്ടാറില്ലേ, ആ പേപ്പറിലും ഇതുപോലെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. അതാവുമ്പോൾ നല്ല ഓവർ വെയ്റ്റായിട്ട് കിട്ടത്തുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുത്ത് നമ്മുടെ പൂവ് കംപ്ലീറ്റ് ചെയ്യാനും ഈസിയാണ് കേട്ടോ. ഇതും നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, പാടൊന്നുമില്ല, ഈസിയാണ്. നമ്മുടെ 5-ാമത്തെ ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് 2 പീസും കൂടി ഉള്ളിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 2 പീസ് നമ്മളൊന്ന് എക്സ്ട്രാ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റി വയ്ക്കുന്നത് ലാസ്റ്റ് നമുക്കതിൽ ഉള്ളിലായിട്ട് ചെയ്യാനുള്ള ഡിസൈനായിട്ട് എടുക്കാനായിട്ടാണ്. ഈ ഒരു പീസ് എടുക്കുക. ഇതിൻ്റെ പീസ് 3 ഇതിലാണ് കട്ട് ചെയ്തെടുത്ത് മാറ്റേണ്ടത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കട്ട് ചെയ്ത പീസ് കളയുന്നില്ല, അതൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റിലെ കട്ട് ചെയ്തിരുന്ന പീസുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പീസ് നമുക്ക് ഫൈനലി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് വയ്ക്കാനായിട്ട് എടുക്കാം. ഇതിൻ്റെ ഹാഫ് പോർഷൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 3 ഇതിലുള്ള ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഡിസൈനിൽ ആയി കിട്ടും. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല അടുക്കായിട്ടിരിക്കുന്ന ടൈപ്പിലുള്ളൊരു ഫ്ലവറാണ് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് ബാഗിൽ ചെയ്തെടുക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ അടുത്തൊരു പൂവിൻ്റെ ഇതളും കൂടി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവേ. നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ അല്ലാതെ തന്നെ വൈറ്റ് കളറിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള ഷോപ്പിംഗ് ബാഗാണെങ്കിലും ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറിനേക്കാളും കുറച്ചും കൂടി വൈറ്റ് കളറിലുള്ള പാക്കറ്റ്സ് കവറുകളാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കുറച്ചും കൂടി ലുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബീഡ്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മനോഹരമായിരിക്കും കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ലീഫിനായിട്ടൊക്കെ എടുക്കുന്നത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് പേപ്പറാണോ ഉള്ളത് അതെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഷോപ്പിംഗ് ബാഗിൻ്റെ കവറിൽ തന്നെ ലീഫുകൾ കട്ട് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂവ് ഇതുപോലെ ഏറ്റവും ടോപ്പിൽ എത്തുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച ആ ഒരു 3 ഇതളല്ലേ ഈ ഒരു ടൈപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തത്, അതിനെ നമുക്ക് ഫൈനലി നമുക്ക് അതും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കാവേ. ഇനി നമുക്കിത് ഈ ഒരു ഇതളിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഒരു പീസിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കിട്ടുന്നത് ഒരു 3 ഇതളാണ് കേട്ടോ. 3 ഇതളിനുള്ള പൂവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതും നമുക്ക് സെയിം അടുത്ത പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഒന്ന് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത പീസും കൂടെ വെച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഞാനിത് ചെയ്തെടുത്തേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഈസിയാണ്, എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പൂക്കൾ ചീത്തയായി പോകത്തൊന്നുമില്ല. നമ്മൾ നീറ്റായിട്ട് എങ്ങനെ സൂക്ഷിക്കുക, അത്രയും നാൾ ഇതുപോലുള്ള പൂക്കൾ സുരക്ഷിതമായിട്ടിരിക്കും. നമ്മുടെ ഷെൽഫിലോ അല്ലെങ്കിൽ കബോർഡിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് വയ്ക്കുകയാണെങ്കിലും ടേബിൾ ടോപ്പിൽ വെച്ചാൽ പോലും നല്ല ഭംഗിയായിരിക്കും. അല്പം പൊടിയൊക്കെ ഒന്ന് കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പൂക്കൾ ഒരുപാട് നാൾ ചീത്തയാവാതെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. എൻ്റെ കയ്യിൽ ഇതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ബാഗിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒത്തിരി പൂക്കൾ ഇരിപ്പുണ്ട്. ഇന്നോളം ചീത്തയാവാതെ നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മളെങ്ങനെയാണോ ഇതൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുക, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഇനിതാ നമ്മൾ ലാസ്റ്റിൽ പീസ് എടുത്തിട്ടില്ലേ, അത് ഇതുപോലെ 2 ഇതിലുള്ള പൂവാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നീറ്റായിട്ടൊന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉൾ പോർഷൻ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചപ്പിച്ച്
നല്ല കൂർപ്പിച്ച് ഒന്ന് ആക്കിയെടുക്കുക, ഒന്ന് വിടർന്നിരിക്കുന്ന ഷേപ്പിൽ. അടുത്ത പീസ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് വളച്ച് വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. പെൻസിലുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ഫൈനലി ഇത് 12ാമത്തെ പീസാണ്. ഇതിന് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതിനെ ഒന്ന് ലാസ്റ്റ് പീസിൻ്റെ ആ വക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം. ആ ഒരു പീസ് കുറച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാവേ. അത് നല്ലതുപോലെ തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. നല്ല അടുങ്ങിയിരിക്കുന്ന രീതിയിൽ റോൾ ചെയ്ത് ചുറ്റിച്ചെടുക്കാം. അതും കൂടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിരുന്ന പീസിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 12 പീസും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂവായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റിലുള്ള വളരെ കുഞ്ഞു 3 പീസ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവാനായിട്ട് ഇതുപോലെ ചെറുതെന്ന് വലുത് എന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോ പൂക്കളായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഓരോ ഷേപ്പും ചെയ്തു വെച്ചിരുന്നില്ലേ, വലുതും ചെറുതുമായിട്ട് ചെയ്തു വെച്ചിരുന്നത് ഏറ്റവും വലുത് ഏറ്റവും താഴെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫൈനലി ഇതുപോലെ ഓരോ പീസും മുകളിലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നല്ല തിക്ക് ലെയറായിട്ടുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. അടുത്ത പീസ് ഇനി 2 പീസും കൂടി മാത്രമേ ഉള്ളൂ. അതും കൂടി ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഓരോ പീസും വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പെൻസിലോ പെന്നോ കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് അതോടെ ഇരുന്നോളും, ആടി ഉലഞ്ഞ് പോത്തുമില്ല. ഇനി കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തത് ഇതുപോലെ ഉണങ്ങി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ള സ്റ്റെമ്മ് ചെയ്തെടുക്കാം. സ്റ്റെമ്മിനായിട്ട് നമ്മുടെ കാർബൺ പേപ്പർ ഉണ്ടല്ലോ, അതായത് ഈ ബ്രൗൺ കളർ പേപ്പർ ബാഗ്, അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് പേപ്പറാണ് നല്ല കട്ടിയുള്ള ഒരു സ്റ്റെം തന്നെ നമുക്കായി കിട്ടും. അതല്ല കളർ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ പേപ്പർ നമ്മൾ ചെയ്തെടുക്കുമ്പോഴുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ക്വാളിറ്റി കുറഞ്ഞ പേപ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോൾ ചെയ്തെടുത്താലും നമ്മുടെ പൂവ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള പൂവാണ് കേട്ടോ. ഈ ഒരു കട്ടിയുള്ള പേപ്പർ ബാഗിൽ നിന്നാണ് ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ പേപ്പറാണ് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇരിക്കത്തില്ല, അത് ഇളകി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ സെയിം നമ്മുടെ പേപ്പർ ബാഗിൻ്റെ ഈ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഒരു റോളാണ് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പൈപ്പിംഗാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവ് അതിൽ തന്നെ നല്ല ടൈറ്റായിട്ട് ഇരുന്നും കോളും, അത് ആടി ഉലഞ്ഞോ ഇളവി പോകത്തോ ഒന്നുമില്ല. ഇനി ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഒന്ന് പിടിച്ചേക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവേ. ഇനി ഇതിനെ ഒന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ലീഫും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ബാഗിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഡിസൈനിലുള്ള പൂ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ലീഫ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗ്രീൻ കളറിൻ്റെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു സൈസിനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് അതിനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഇലയുടെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ലീഫുകൾ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു ടൈപ്പിലുള്ള ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ലീഫിലും കൂടി ചെറുതായിട്ടൊന്ന് ഡിസൈനും കൂടി ചെയ്ത് എടുക്കാനുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതും നമുക്ക് ഒന്ന് കൈവിടാതെ ഇതിൻ്റെ ഉള്ളിലാക്കി ഇതുപോലെ ഒന്ന് വളച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരെൻ്റെ എത്തുമ്പോൾ കൈവിടാതെ തന്നെ തിരിച്ചൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. നമ്മുടെ ആ ഒരു ലീഫിന് നല്ല ഷേപ്പുമായി കിട്ടും. ഇതുപോലൊന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള ലീഫ് ഏതാണോ അത് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു ടൈപ്പ് ലീഫ് നമ്മുടെ ഒരു പൂവിന് നല്ല മാച്ചിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വിടർത്തിയെടുക്കാം. നമ്മുടെ ലീഫ് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടി ഒന്ന് ലുക്ക് ആക്കി കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു നൈസ് കമ്പി ഒന്ന് എടുക്കുക. കട്ട് ചെയ്തിരുന്ന ഓരോ ലീഫിൻ്റെ സൈഡിലായിട്ട്
നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലീഫിന് ഈ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒരു സ്റ്റെമ്മിലോട്ട് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് വീണ്ടും ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുക്കുക. അതിനെ ഈ കമ്പി വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായി ചുറ്റിച്ചെടുക്കുക. അതായത് വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ക്ലോസ് ചെയ്തെടുക്കുക. ഇനി അതിനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹാഫ് പോർഷൻ ഒരു 1/4 ഭാഗത്തോളം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ലീഫിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇവിടെ 2 ലീഫ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിലോട്ട്, നമ്മുടെ പൂവിൻ്റെ സ്റ്റെമ്മിലോട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലീഫും നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. ഇനി നമുക്ക് അടുത്ത ലീഫും കൂടി ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ പേപ്പർ ബാഗ് കൊണ്ടുള്ള പൂവും അതിൻ്റെ ലീഫും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ നമ്മുടെ ഷോപ്പിംഗ് ബാഗിലെ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചോളുന്നു. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.